ഉദ്ഘാടനത്തിൻ്റെ തിരക്കുകളൊക്കെ ഒന്ന് കഴിഞ്ഞു. അപ്പോൾ ഇപ്പം ഇനി എന്തൊക്കെ ഓഫറൊക്കെ ബാക്കി നിൽക്കുന്നുണ്ടെന്നൊന്നും അറിയാലോ എന്ന് വിചാരിച്ച് പോയതാട്ടോ. ഇപ്പോൾ തിരക്കൊക്കെ കുറച്ച് കുറവാണ്. നല്ലോണം പാർക്കിങ്ങൊക്കെ ഫ്രണ്ടിൽ തന്നെ കിട്ടി. വലിയൊരു തിരക്കൊന്നുമില്ല. ഏകദേശം ഒരു വൈകുന്നേരം വരെ വലിയൊരു തിരക്ക് കാണുന്നില്ല. ശനി ഞായറും പോവാതിരുന്നാൽ മതി. ഹോളിഡേയ്സിലൊക്കെ അല്ലാത്ത വർക്കിംഗ് ഡേയ്സ് ആണെങ്കിൽ വലിയൊരു തിരക്കില്ല, വലിയ കുഴപ്പമില്ലാണ്ട് പോയി സാധനങ്ങളൊക്കെ വാങ്ങി വരാം കേട്ടോ. ഇന്നത്തെ ഓഫറുകളൊക്കെ എന്തെങ്കിലും ഹൈപ്പർ മാർക്കറ്റിൽ എന്തൊക്കെ ഓഫറുണ്ട് എന്നൊക്കെ നോക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചു. അന്ന് ഫുള്ളായിട്ട് കാണിക്കാനും പറ്റിയിട്ടില്ല, ഫുള്ളായിട്ട് പോകാനും പറ്റിയിട്ടില്ല, എല്ലാ ഏരിയയും ഒന്നും അന്ന് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇന്നപ്പോൾ നമ്മൾ കവർ ചെയ്യാത്ത മീറ്റ് സെക്ഷനും പിന്നെ കുറേ ഓഫറുകളുടെ ഭാഗങ്ങൾ, മെയിൻലി വെജിറ്റബിൾസ്, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ബേക്കറി ഐറ്റംസൊക്കെ കേട്ടോ. ആ ഗാലക്സിയുടെ ഓഫർ 99 ഉള്ളത് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അതുപോലെ ഈ റോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഷുഗർ കെയിൻ ജ്യൂസ് കേട്ടോ, കരിമ്പ് ജ്യൂസ് ഇങ്ങനെ നല്ല ഭംഗിയുള്ള കുപ്പികളിൽ ഇങ്ങനെ ആക്കി 50% വിലക്കുറവിലാട്ടോ. 125 രൂപയുള്ളൂ 250 രൂപയുടെ ജ്യൂസ്. പിന്നെ ഈ മാൽക്കിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ചീസ് ബിസ്ക്കറ്റ്സ് ഇല്ലേ, അതൊക്കെ ഒരു 54 രൂപയ്ക്ക്, ഒരു 10 രൂപയൊക്കെ മാത്രമേ കുറവുള്ളൂ. പിന്നെ ഈ കൊക്കക്കോള കംപ്ലീറ്റ് 50% ഓഫറിലാണ് കേട്ടോ കൊടുക്കുന്നത്. പിന്നെ ഈ നമ്പീഷിൻ്റെ നെയ്യ് 1 ലിറ്ററിൻ്റെത് 900 ഒക്കെ വിലയുള്ളത് 530 രൂപയ്ക്കുണ്ട്. അത് ഏകദേശം 50% തന്നെ ഓഫറുണ്ട്. പിന്നെ പാർലേയുടെയും സൺഫീസ്റ്റിൻ്റെയും ഒക്കെ ബിസ്ക്കറ്റ്സ്, ഈ ഡാർക്ക് ഫാൻറ്റസിയും ഹൈഡ് ആൻഡ് സീക്കും മിലാനോൻ്റെ ഇതൊക്കെ 50% ഓഫറിലാട്ടോ. ബിസ്ക്കറ്റ്സൊക്കെ കുറച്ച് കൂടുതൽ വേണേൽ വാങ്ങി വെക്കാം. അതേപോലെ കണ്ണൻ ദേവൻ്റെ ചായപ്പൊടി, അതും ഏകദേശം ഒരു 100 രൂപയൊക്കെ കുറവിൽ വരുന്നുണ്ട്. പിന്നെ വെളിച്ചെണ്ണയും പാരഷൂട്ടിൻ്റെയും കുറേ ബ്രാൻഡിൻ്റെ വെളിച്ചെണ്ണകൾ നല്ല കുറവുണ്ട് കേട്ടോ. 230 വിലയുള്ള വെളിച്ചെണ്ണ 165-നും 145-നും ഒക്കെ 1 ലിറ്റർ ഉണ്ട്. പുറത്തൊന്നും നമുക്ക് ഒരിക്കലും 200 രൂപ കുറഞ്ഞിട്ട് തന്നെ 1 ലിറ്റർ വെളിച്ചെണ്ണ കിട്ടില്ല. ഇത് 145-നും 165-നൊക്കെ ഓരോ ലിറ്റർ വെളിച്ചെണ്ണ കിട്ടും കേട്ടോ. പിന്നെ ഈ സ്വിറ്റ്സർലാൻഡിൽ നിന്ന് ഇറങ്ങുന്ന നമ്മുടെ ലിൻഡ് ചോക്ലേറ്റൊക്കെ എപ്പോഴും 50% വിലക്കുറവിൽ തന്നെ കൊടുക്കണം കേട്ടോ. പിന്നെ ഈ മേ ഫൈനസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ തൊലിയോട് കൂടിയുള്ള കാഷ്യൂനട്ട് ഉണ്ടല്ലോ, അതും 50% ഓഫറിലാണ് കൊടുക്കുന്നത്. പിന്നെ ഒരുപാട് ഇമ്പോർട്ടഡ് ചോക്ലേറ്റ്സ് ഉണ്ട് കേട്ടോ. അത് 850-ൻ്റെയൊക്കെ 560-നൊക്കെ, അങ്ങനെ 50% ഇല്ലെങ്കിലും ഒരു 35 മുതൽ 40% വരെയൊക്കെ വിലക്കുറവിൽ ഒരുപാട് ടൈപ്പ് കുറേ വെറൈറ്റി ഇമ്പോർട്ടൻറ്റ് ചോക്ലേറ്റ്സ് ഉണ്ട് കേട്ടോ. പിന്നെ ഈ ക്വാളിറ്റി സ്ട്രീറ്റിൻ്റെത് ഇപ്പോഴും ഏകദേശം 50% തന്നെ ലാഭത്തിലാണ് കേട്ടോ കൊടുക്കുന്നത്. പിന്നെ ഇത് കണ്ടില്ലേ, കുറേ മുറുക്ക്, ഈ മന്ത്ര എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ കുറേ സ്നാക്സ് ഉണ്ട്. ഈ മുറുക്കൊക്കെ 50% ഓഫറിൽ തന്നെ കേട്ടോ കൊടുക്കുന്നത്. 62 രൂപയാണ്. പിന്നെ നമ്മുടെ ഈ ചിക്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ കടലമിഠായി, ഈ കടലമിഠായിയൊക്കെ നല്ല ഓഫറുണ്ട്. 100 രൂപയുടേതൊക്കെ 80 രൂപയ്ക്കൊക്കെയാണ് കേട്ടോ കൊടുക്കുന്നത്. 50% ഇല്ല, എന്നാലും കുറച്ചൊക്കെ ഇങ്ങനെ ഒരു ഓഫറായിട്ട്. പിന്നെ കുറേ ആട്ട, അങ്ങനെ കുറേ സാധനങ്ങൾ ഓഫറുണ്ട്. ഈ ഓർഗാനിക് ആയിട്ടുള്ള ലോ ഗീ റൈസ് എന്നൊക്കെ പറഞ്ഞാൽ നെയ്ച്ചോറിൻ്റെ അരി. പിന്നെ പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് അത്ര വലിയൊരു ഓഫറൊന്നുമില്ല, എന്നാലും അത് വാങ്ങണമായിരുന്നു. 220-ൻ്റെ 200 രൂപയൊക്കെ കൊടുക്കണം. പിന്നെ ഈ ടൊമാറ്റോ കെച്ചപ്പ് ഡെൽമോണ്ടോൻ്റെ 50% ഓഫറാണ് കേട്ടോ. നമുക്ക് കണ്ട വെറും 65 രൂപയ്ക്ക് 900 ഗ്രാം, ഏകദേശം 1 കിലോ ടൊമാറ്റോ കെച്ചപ്പ് നമുക്ക് 60 രൂപയ്ക്ക് 65 രൂപയ്ക്ക് കിട്ടും കേട്ടോ. കണ്ടോ ഡെൽമോണ്ടോൻ്റെ. ഇത് വേറൊരു ബ്രാൻഡാണ്, ഈ ഗ്രീൻ ഗ്രാസ് എന്ന് പറഞ്ഞിട്ട്. അതും ഏകദേശം 50% തന്നെ ഓഫറാണ്. പക്ഷേ മറ്റേതിന് ഡെൽമോണ്ടോനേക്കാളും കുറച്ച് റേറ്റ് കൂടുതലുണ്ട്, 75 രൂപ എന്തോ ആണ് അതിന്. അപ്പോൾ പിന്നെ മറ്റേതിൻ്റെ ഡെൽമോണ്ടോ തന്നെ വാങ്ങിയിട്ടോ. പിന്നെ കുറേ സ്ക്വാഷുകളൊക്കെ ഓഫറുണ്ട്. ഇത് കണ്ടില്ലേ, ഡെൽമോണ്ടോൻ്റെ ഇഷ്ടം പോലെ 1 kg മറ്റേത് 75 ആണ് വിൻഗ്രീൻസിൻ്റെ. രണ്ടും 50% തന്നെയാണ് ഓഫർ കേട്ടോ. അങ്ങനെ ഇതൊക്കെ കുറേ കാലം ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. 1-2 വർഷം തന്നെ എക്സ്പയറി ഉണ്ട്. നല്ല 50% ഓഫറിൽ തന്നെ മയോണൈസ്, വെജ് മയോണൈസ് ഉണ്ട്, ലിസോൻ്റെതുണ്ട്, കുറേ ചോക്ലേറ്റ് പെപ്പിൾസിനുള്ള കുറേ മിഠായികൾ, ജെംസ് പോലത്തെ, അതൊക്കെ 120-ൻ്റെ 90 രൂപയ്ക്കൊക്കെ. ഈ ലിസോ എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ് സ്പ്രെഡ് ഉണ്ടല്ലോ, 250 രൂപയുടേത് 199 രൂപയ്ക്കുണ്ട് കേട്ടോ. പിന്നെ സ്നിക്കേഴ്സ്, മാസ്, അങ്ങനെ കുറേ മിനി ബാർ ചോക്ലേറ്റ്സിൻ്റെ കുറേ പാക്കറ്റ്സ്, അത് കുറേ എണ്ണം 50% ഓഫറിലാണ് കേട്ടോ ഉള്ളത്. ഇതൊക്കെ ഇപ്പോഴും കുറേ കാലമായിട്ട് നല്ല ഓഫറിൽ തന്നെ നിൽക്കുകയാണ്. നൂഡിൽസും അതുപോലെ ഇൻഡോമിയൊക്കെ 114 രൂപയാണ് ഈ കോംബോ പാക്കിന്. 50% ഒന്നുമില്ല, അതൊക്കെ ഒരു 20-30 ഒക്കെ ശതമാനം വിലക്കുറവിലാണ്. ഈ നിസിൻ്റെ നൂഡിൽസ് നമുക്ക് ഏകദേശം 50% തന്നെ ഓഫറിലാണ്. പക്ഷേ അത് നല്ല വിലയുള്ള നൂഡിൽസാണ്. ഈ ഇൻഡോമിക്ക് മൊത്തം ഇപ്പോൾ വലിയ ഓഫർ ഇല്ലാണ്ട് 114 ആണെങ്കിൽ ആ നിസിൻ്റേത് ഒരു 120, അത്രേ വ്യത്യാസമുള്ളൂ. പ്രിങ്കിൾസ് പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ എന്നോട് ചോദിച്ചിരുന്നു പ്രിങ്കിൾസിൻ്റെ ഓഫർ പറഞ്ഞില്ലല്ലോ എന്നൊക്കെ. 120 രൂപയുടേത് 99 റുപ്പീസിനാണ് കൊടുക്കുന്നത് പ്രിങ്കിൾസൊക്കെ കേട്ടോ. പിന്നെ ഈ കോൺഫ്ലേക്സുകൾ കുറേ ബ്രാൻഡ് ബൈ 1 ഗെറ്റ് 1 ഉണ്ട്, ട്വിൻ പാക്കായിട്ട്. ഒന്നിൻ്റെ വിലയ്ക്ക് 2 എണ്ണം 239 രൂപയാണ്. ഈ ലുലുവിൻ്റെ കോൺഫ്ലേക്സ് കേട്ടോ, ഇവർ തന്നെ ഉണ്ടാക്കുന്ന ഒറിജിനൽ കോൺഫ്ലേക്സ് ആണ് ലുലുവിൻ്റെത്. അത് ഫ്ലേവേർഡ് അല്ല, പ്ലെയിൻ ആയിട്ടുള്ള ഒറിജിനൽ കോൺഫ്ലേക്സ് ആണ്. പിന്നെ കുറച്ചെണ്ണൊക്കെ ഫ്ലേവേർഡും ഉണ്ട് കേട്ടോ, ഹണി ഫ്ലേവേർഡും കുറേ ഒറിജിനലും ഒക്കെ ബൈ 1 ഗെറ്റ് 1 ഉണ്ട്. ഹണി ആൽമണ്ട് ഈ ക്വാളിറ്റിയുടെ ഉണ്ട്, ബൈ 1 ഗെറ്റ് 1, അതൊക്കെ ഫ്ലേവേർഡാണ്. അതുപോലെ ഷാൻഡീസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഉണ്ട് കേട്ടോ, ഹണി ആൽമണ്ട് ഫ്ലേവർ, അതൊക്കെ ബൈ 1 ഗെറ്റ് 1 ആയിട്ട് കിട്ടും. അതൊക്കെ ഒരെണ്ണത്തിൻ്റെ വിലയ്ക്ക് തന്നെ നമുക്ക് 2 എണ്ണം അവരിങ്ങനെ ഒന്നിച്ച് കെട്ടി വെച്ചേക്കാണ് കോംബോ പാക്കായിട്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് കോൺഫ്ലേക്സ് ഒക്കെ ഓഫർ ഉള്ളതുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് കോൺഫ്ലേക്സ് ഒക്കെ വാങ്ങി.
പിന്നെ നമുക്കിങ്ങനെ കുറേ ഈ ഫ്രഷ് കോഫി ലിക്വിഡ്, ഫിൽറ്റർ കോഫി ലിക്വിഡ്, ഇത് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സാധനം കാണുന്നത് കേട്ടോ. 5 സാഷേ ആയിട്ട് ഇങ്ങനെ ലിക്വിഡായിട്ട് കോഫി വരും കേട്ടോ. ഒറിജിനൽ ഫിൽറ്റർ കോഫി ടേസ്റ്റ് എന്നൊക്കെയാണ് ഇതിൽ എഴുതി വെച്ചേക്കുന്നത്. കണ്ടപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്യണം തോന്നി. 5 സാഷേക്കും കൂടി 80 രൂപയാണ് കേട്ടോ വില. കുറച്ച് വിലയൊക്കെ നല്ലോണം ഉണ്ട്, എന്നാലും ഒരു ഒറിജിനൽ ഫിൽറ്റർ കോഫി ടേസ്റ്റ് എന്നാണ് നമ്മൾ ഈ സിനിമയിലും പണ്ട് പരസ്യത്തിലൊക്കെ ഇങ്ങനെ കാണൂലേ, ഫിൽറ്റർ കോഫിയുടെ തനതായ രുചിക്ക് എന്നൊക്കെ പറഞ്ഞ്. അതുപോലെ അപ്പോൾ ആ ഫിൽറ്റർ കോഫിയുടെ ടേസ്റ്റ് ഒന്ന് അറിയാമെന്ന് വെച്ചാൽ അതേതായാലും വാങ്ങി. സംഭവം നല്ല കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. നന്നായി പാല് തിളപ്പിച്ച് പഞ്ചസാര ഇട്ടിട്ട് ഈ ലിക്വിഡ് കോഫി ഒഴിച്ചിട്ട് നന്നായി 2 പ്രാവശ്യം ഒന്ന് അങ്ങോട്ട് ആക്ട് ചെയ്യാൻ മതി. നല്ല സൂപ്പർ കോഫി റെഡിയാവും. പിന്നെ കുറേ വെറൈറ്റി ആയിട്ടുള്ള ഇമ്പോർട്ടഡ് ആയിട്ടുള്ള കുറേ കോഫികളൊക്കെ സാധാരണ കാണാത്ത കുറേ ഇൻസ്റ്റൻറ്റ് കോഫീസൊക്കെ കണ്ടു. പിന്നെ അത് ബിസ്ക്കറ്റ്സിൻ്റെയൊക്കെ സെക്ഷനിലേക്ക് നടന്നു കേട്ടോ ഞങ്ങൾ. അവിടെ ബിസ്ക്കറ്റ്സും അതെ കുറേ ഇമ്പോർട്ടൻറ്റ് ബിസ്ക്കറ്റ്സ് ഉണ്ട്. ഇമ്പോർട്ടഡൊക്കെ ഒരു പ്രത്യേകം ഇങ്ങനെ ഇമ്പോർട്ടഡ് എന്ന് ബോർഡ് വെച്ചിട്ടുണ്ട്. അതുപോലെ 50% ഓഫറുള്ളതൊക്കെ പ്രത്യേകിച്ച് 50% ബോർഡ് വെച്ചിട്ടുണ്ട്. യൂണിബിക്കിൻ്റെയൊക്കെ അധികം എണ്ണം 50% ഓഫറുണ്ട്. 150യുടെതൊക്കെ 75-നാണ്. കോക്കനട്ട് ഫ്ലേവറും ഷുഗർലെസ്സും ഫ്രൂട്ട് ആൻഡ് നട്ടും അങ്ങനെ കുറേ ഫ്ലേവേഴ്സിൽ യൂണിബിക്കിൻ്റെ ബിസ്ക്കറ്റ്സൊക്കെ 50% ഓഫറുണ്ട് കേട്ടോ. അപ്പോൾ ഈ അതുപോലെ ഇത് കണ്ടോ, ഇത് ഇമ്പോർട്ടൻറ്റ് ബിസ്ക്കറ്റ്സൊക്കെ അത് 50% ഒന്നുമില്ല, പക്ഷെ എന്നാലും ഇമ്പോർട്ടഡ് ബോർഡ് വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ വെറൈറ്റി ആയിട്ട് സാധാരണ കാണാത്തതൊക്കെ കുറേ കിട്ടും. കോക്കനട്ട് ഫ്ലേവേർഡ് ആയിട്ടുള്ളത് ഇത് കണ്ടോ, ഇതൊരു വാല്യൂ പാക്കാണ്. 4 എണ്ണമൊക്കെ ഉള്ളത് ഓഫറിൽ വരുന്നതാണ്. 300 രൂപയുടെ 150 രൂപയ്ക്ക്. ഇത് 50% തന്നെയാണ് ഓഫർ കേട്ടോ, കോക്കനട്ട് ഫ്ലേവേർഡ് ബിസ്ക്കറ്റ്സ്. പിന്നെ ഇവിടെയൊക്കെ ഒരുപാട് ഗാലക്സി വെച്ചിട്ടുണ്ട്. ഗാലക്സി ഒക്കെ ഓഫറാണ്, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, 99 റുപ്പീസിനാണ്. വലിയ ഗാലക്സിയും ബാറായിട്ടുള്ള ഗാലക്സിയൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ കടല ഇത് കണ്ടോ, നമ്മളെ ചെന കടല, വൈറ്റ് കടലയും ചുവപ്പ് കടലയും ഉഴുന്നും അങ്ങനത്തെ ഐറ്റംസൊക്കെ നോക്കി. അതൊന്നും വലിയൊരു ലാഭമൊന്നുമില്ല കേട്ടോ. സാധാരണ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഉണ്ടാകുന്ന ഒരു ലെവലിലുള്ള ഒരു ഓഫർ തന്നെയാണ്. സമൃദ്ധിയുടെയും എല്ലാ ബ്രാൻഡും അങ്ങനെയൊക്കെ തന്നെ ഒരു 10 രൂപ 8 രൂപയൊക്കെ കുറവ്. സാധാരണ എല്ലാ ഹൈപ്പർ മാർക്കറ്റ്സിലും സൂപ്പർ മാർക്കറ്റ്സിലും കിട്ടുന്ന ആ ഒരു ഓഫർ തന്നെ ഇങ്ങനത്തെ ഐറ്റംസിലൊക്കെ കണ്ടോളൂ. ഒരു വൻ ഓഫറും 50%, 25% ഒന്നും ആയിട്ടുള്ള ഒരു ഓഫറുകളൊന്നുമില്ല. ഇങ്ങനത്തെ പൾസസ്, വീട്ടിലടുക്കളയിൽ ഉപയോഗിക്കുന്ന ഇങ്ങനത്തെ സാധനങ്ങൾ, കടലകൾ, ഉഴുന്ന്, പരിപ്പ്, ഇങ്ങനത്തെ എല്ലാം, സാമ്പാർ പൊടി, കായം, ഇങ്ങനത്തെ എല്ലാ ഐറ്റംസും, ഇങ്ങനത്തെ കിച്ചൺ ഐറ്റംസ് സാധനങ്ങൾക്കൊക്കെ ഒരു വലിയ ഓഫറൊന്നുമില്ല, പക്ഷേ നല്ല ക്വാളിറ്റി സാധനങ്ങളൊക്കെ കിട്ടുമായിരിക്കും. പിന്നെ ലുലുവിൻ്റെ തന്നെ കുറേ പ്രോഡക്റ്റ്സ് ഉണ്ട്, അതൊക്കെയാണ് ഒരു ഡിഫറൻസ് കണ്ടത്. ലുലുവിൻ്റെ തന്നെ കുറേ പരിപ്പും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഈസ്റ്റാൻഡ് ഇങ്ങനത്തെ ബ്രാൻഡ്സൊക്കെ സാധാരണ ഒരു ചെറിയ 4 രൂപ 5 രൂപയ്ക്ക് MRPയേക്കാൾ കുറവ്. അത് നമുക്ക് ഏത് ഹൈപ്പർ മാർക്കറ്റിൽ പോയാലും കിട്ടുന്നത് തന്നെയാണ്. അത്രയൊക്കെ തന്നെയുള്ളൂ ഇങ്ങനത്തെ എല്ലാ ഐറ്റംസിനും കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒന്നും പ്രത്യേകിച്ച് നമ്മൾ ലുലു പോലത്തെ ഒരു വലിയ മാളിൽ പോയി ടാർഗറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് എല്ലാ ഷോപ്പുകളിലും നമ്മുടെ അടുത്തുള്ള ഷോപ്പുകളിൽ തന്നെ കിട്ടുന്ന ആ ഒരു റേറ്റ്. ഇതൊക്കെ കണ്ടോ, 139-ൻ്റെ 114-ന്. ചില ഐറ്റംസൊക്കെ കുറച്ചൊരു കുറവുണ്ട്, ബാക്കിയൊന്നും വലിയ ഒരു കുറവൊന്നും പറയാനില്ല കേട്ടോ. അങ്ങനെ അവിടുന്ന് പക്ഷേ വാങ്ങിക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ ഏതായാലും കയറുമ്പോൾ വേറൊരു കടയിലും കൂടി കയറണ്ടല്ലോ എന്ന് വെച്ച് വാങ്ങിക്കുമല്ലോ കുറേ സാധനങ്ങൾ. അതാണ് എല്ലാ ഒരുവിധത്തിലുള്ള ഹൈപ്പർ മാർക്കറ്റുകളുടെയും ലാഭം. കുറച്ചെണ്ണം ഓഫേഴ്സ് ഉണ്ടാവും. ആ ഓഫേഴ്സ് ഉള്ളത് മാത്രമല്ലല്ലോ നമ്മൾ വാങ്ങുക, ഓഫേഴ്സ് ഉള്ളതും വാങ്ങും, അതിൻ്റെ കൂടെ പിന്നെ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും വാങ്ങും. പിന്നെ ഇങ്ങനെ സ്പൈസസ് ഒക്കെ കുറേ നല്ല നിരനിരയായിട്ട് വെച്ചിട്ടുണ്ട്, പട്ടയും ഗ്രാമ്പും ഏലക്കായും ഒക്കെ കേട്ടോ. പിന്നെ ഇത് കണ്ടോ, കുറേ ടൈപ്പ്, നമുക്ക് കുറേ ഉണക്കമുന്തിരികളും നട്ട്സും ആൽമണ്ട്സും ചെസ്നട്ട്സും സാധാരണ എല്ലായിടത്തും കിട്ടാത്ത കുറേ വെറൈറ്റി ഐറ്റംസ് കിട്ടുന്നുള്ളതാണ്. വാൽനട്ടൊക്കെ ഷെല്ലോട് കൂടി 849 രൂപ. പിസ്ത 1000 സംതിങ് ഉണ്ട്. 1200 രൂപയുടെ ബദാം, അങ്ങനെ ഒരുപാട്. ഈ ചെസ്നട്ടും വാൽനട്ടും ഒന്നും നമുക്ക് എല്ലാ ഷോപ്പിലൊന്നും കിട്ടില്ല, അതൊക്കെ കിട്ടുന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. പിന്നെ കണ്ടോ, ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും സെക്ഷനിൽ നോക്കുകയാണെങ്കിൽ നല്ല തണ്ണിമത്തൻ, നമ്മളെ ഈ ഇറാനി വത്തക്കയുണ്ട്, സവാള, വെളുത്തുള്ളിയുടെയൊക്കെ വില കണ്ടാൽ നമ്മൾ ഞെട്ടും. 379 രൂപയാണ് 1 കിലോ വെളുത്തുള്ളിക്ക് വില കേട്ടോ. ചെറിയുള്ളിയും ഈ 37 എങ്ങാണ്ട്, 54 57 എന്തോ ഉണ്ട് സവാളയ്ക്ക്. വെളുത്തുള്ളി അത്യാവശ്യം നല്ല വിലയാണ്, 379. അപ്പോൾ നമ്മൾ എന്താ ഇത്രയും വില, ഇത്രയും കൂടിയ വിലയ്ക്ക് എങ്ങനെ വാങ്ങുമെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് കുറച്ചും കൂടി വില കുറഞ്ഞിട്ട് നമുക്ക് അപ്പുറത്ത് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അവരിങ്ങനെ ബണ്ടിലാക്കി കെട്ടി വെച്ചിട്ടുണ്ട്. ഈ ബണ്ടിലിനൊക്കെ 139 രൂപയൊക്കെ ഉള്ളൂ. 2 ടൈപ്പാണെന്ന് തോന്നുന്നു. ഇതൊരു ആവറേജ് വിലയുള്ളൂ കേട്ടോ. 2 ടൈപ്പ് വെളുത്തുള്ളി. ഇത് കാണുമ്പോൾ കണ്ട നല്ല ഉണ്ടയായിട്ട് നല്ല ക്വാളിറ്റിയൊക്കെ ഉണ്ട്, പക്ഷേ അധികം തൂക്കം ഒരു 400 ഗ്രാമോ അങ്ങനെ എന്തോ ആണ് അവർ തൂക്കി വെച്ചേക്കുന്നത്. 139 രൂപ. എന്തായാലും ആ 379-ൻ്റെ വെളുത്തുള്ളി വാങ്ങുന്നതിനേക്കാൾ ഇത് തന്നെയാണ് ലാഭം. ഇത് കണ്ടില്ലേ, അങ്ങനെ ഒരു പാക്കിന് 400 ഗ്രാം എന്ന് എന്തോ ആണ് അവർ പറഞ്ഞത്. ഇത് പിന്നെ കുറച്ചും കൂടി ക്വാളിറ്റി കുറഞ്ഞ വെളുത്തുള്ളിയാണെന്ന് തോന്നുന്നു. കണ്ടോ, കുറച്ചും കൂടി അളവ് കൂടുതലുണ്ട് മറ്റേ ആ 400 ഗ്രാമിൻ്റെ പാക്കിനേക്കാളും, പക്ഷെ അത്രയ്ക്ക് അങ്ങ് ഭംഗിയും സൈസും ഒന്നുമില്ല. എന്തായാലും മറ്റേതിനേക്കാളും ഒക്കെ വില കുറവാണ്. ഈ ഒരു പൊതിക്ക് 189 രൂപയാണ് കേട്ടോ വില. പിന്നെ ചെറിയ ഉള്ളിയൊക്കെ അതുപോലെ അവർ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഓരോന്നായി ഇങ്ങനെ പെറുക്കേണ്ട കാര്യമൊന്നുമില്ല. 40 രൂപയ്ക്ക് ഒരു പാക്കറ്റ് ചെറിയ ഉള്ളി കണ്ടോ, ഇങ്ങനെ ഒരു പാക്കറ്റ്. അത് അത്യാവശ്യം നല്ല ഉള്ളിയാണ്, കുഴപ്പമില്ലാത്ത നല്ല ക്വാളിറ്റിയുള്ള ഉള്ളി തന്നെയാണ്. പിന്നെ നമ്മുടെ ചേനയുണ്ട് 69 രൂപയ്ക്ക്. പച്ചക്കറികളൊക്കെ കുഴപ്പമില്ല, അത്യാവശ്യം തിരക്കിടില്ലാത്തതാണ്. നല്ല വിലയുള്ളതും ഒരു സൈഡിൽ തന്നെ വിലയില്ലാത്തതും ഉണ്ടാവും. ഡിഫറെൻറ്റ് ക്വാളിറ്റി ആയിരിക്കും, അപ്പോൾ നോക്കിയെടുക്കണം. ഇഞ്ചിയൊക്കെ കണ്ടോ,
149ൻ്റെയും 89ൻ്റെയും ഒക്കെ ഇഞ്ചിയുണ്ട്. പിന്നെ മറ്റേ മാങ്ങ ഇഞ്ചി ഇരിക്കുന്നുണ്ട്, മാങ്ങ ഇഞ്ചിയും പിന്നെ വഴുതനങ്ങയും ക്യാബേജും കോളിഫ്ലവറും അങ്ങനെ എല്ലാ വെജിറ്റബിൾസും ഉണ്ട് കേട്ടോ. എല്ലാതും അത്യാവശ്യം വെജിറ്റബിൾസൊക്കെ നമ്മുടെ സാധാരണ ബാക്കി സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ കിട്ടുന്ന ഒരു റേറ്റ് ആയിട്ട് തന്നെ തോന്നിയുള്ളൂ. വയലറ്റ് ക്യാബേജ് പിന്നെ ഏത് സാധനം വേണമെങ്കിലും കിട്ടും എന്നുള്ളതാണ്. പിന്നെ ഇങ്ങനെ കുറച്ച് നമ്മളെ ഫൈറ്റർ ഫിഷൊക്കെ പോലെയുള്ള അക്വേറിയത്തിലൊക്കെ ഇടുന്നതും ഇങ്ങനെ കുപ്പിയിൽ വളർത്താൻ പറ്റിയ കുറേ ഫിഷുകളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ലക്കി ഫിഷ് എന്നൊക്കെയാണ് എഴുതി വെച്ചിട്ടുള്ളത്. 169 റുപ്പീസാണ് ഒരു ബോട്ടിലിന് കേട്ടോ. ആ വെള്ളവും കുപ്പിയും ആ ഒരു ഫൈറ്റർ ഫിഷും എല്ലാം കൂടിയുള്ളത്. അതിൻ്റെ ഒരു ഫുഡിൻ്റെ ഒരു പാക്കറ്റൊക്കെ അതിൻ്റെ കൂടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനിങ്ങനെ അതാണ് അതിൻ്റെ വില. പിന്നെ ഇത് കണ്ടോ, നമ്മുടെ അവരുടെ ഫിഷ് മാർക്കറ്റും മീറ്റിൻ്റെ മാർക്കറ്റും ഒക്കെ അങ്ങോട്ട് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ശരിക്കും. മീനുകളെയൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഫ്രഷായിട്ട് എല്ലാ ടൈപ്പ് മീനും, വലിയ വലിയ മീനുകളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. ഇനി മസാല തിരുമ്പിയ മീൻ വേണമെങ്കിൽ ഈവൻ മത്തി വരെ മസാല തിരുമ്പിയതുണ്ട് കണ്ടോ. 273 രൂപയാണ് മത്തി. 1 കിലോ മത്തിക്ക് മസാല തിരുമ്പി വെച്ചതിൻ്റെ വില. 1/2 കിലോ ആണ് കേട്ടോ, 500 ഗ്രാമിൻ്റെ വില. അങ്ങനെ 200, 400, 500 ഒക്കെ ഓരോ മീനുകളുടെയും ഇതനുസരിച്ച്. കിങ് ഫിഷൊക്കെ മസാല തേച്ച് വെച്ചത് 640 രൂപയ്ക്ക് ഉണ്ട്. പിന്നെ നല്ല വലിയ ടൈഗർ പ്രോൺസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് വലിയ ചെമ്മീനും പിന്നെ സാൽമൺ ഫിഷ് കണ്ടോ, നമ്മുടെ നാട്ടിൽ നിന്നും സാധാരണ കിട്ടാത്ത സാൽമൺ ഫിഷ് നല്ല വെള്ള കളറിലുള്ള ഇറച്ചി ഇങ്ങനെ കട്ട് ചെയ്ത് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ അങ്ങോട്ട് ചെന്നാൽ എല്ലാം ഫുൾ നീറ്റാണ്. ഏത് സൈസിലും ഏത് ഫിഷും നല്ല വൃത്തിക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. ഇനി ചിക്കൻ്റെ ഭാഗത്ത് പോയി നോക്കിയാലാണെങ്കിലോ, ചിക്കൻ വേണമെങ്കിൽ ചെസ്റ്റ് പീസ് മാത്രം, ലെഗ് പീസ് മാത്രം കണ്ടോ. അങ്ങനെ ഏത് വേണമെങ്കിലും അതെ. കാട വേണമെങ്കിൽ അതുണ്ട്, സ്പ്രിങ് ചിക്കൻ വേണമെങ്കിൽ അതുണ്ട്. കണ്ടില്ലേ, ഫുള്ളായിട്ട് തൊലിയോടുകൂടി മൊത്തമായിട്ട് വെക്കുന്ന ചിക്കൻ ഉണ്ട്. ഇനി ബ്രോസ്റ്റ് ഉണ്ടാക്കാനാണെങ്കിൽ അങ്ങനെയുണ്ട്. പിന്നെ ഈ നെക്കൊക്കെ മാത്രമുള്ള പീസ്, വളരെ റേറ്റ് കുറഞ്ഞ് കുറച്ച് ചിക്കൻ മാത്രം വാങ്ങണം, എല്ലുള്ള പീസ് മാത്രം ഇഷ്ടമുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഈ നെക്കും ബോണും ഒക്കെ മാത്രമായിട്ട് 1 കിലോ 90 രൂപയൊക്കെ വിലയ്ക്ക് അതും ഉണ്ട്. ഹോൾ ചിക്കൻ ഒരു വലിയ കോഴിക്ക് 189 രൂപയുള്ളൂ കേട്ടോ. ഇത് കണ്ടില്ലേ, ഈ ചിക്കൻ ഗിസാഡ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പാർട്സ് മാത്രം, ലിവർ മാത്രം, നെക്ക് മാത്രം, നെക്കും എല്ലും കൂടി 80 രൂപക്കൊക്കെ 1 കിലോയ്ക്ക് 99 രൂപയ്ക്ക് കിട്ടും. അങ്ങനെ ഏത് പാർട്സാണോ നമുക്ക് ഇഷ്ടം, ബാക്കിയൊന്നും വേസ്റ്റ് ഒന്നും വരാണ്ട് കറക്റ്റ് ആവശ്യമുള്ളത് മാത്രം വാങ്ങണമെങ്കിൽ ഇനി കോഴിക്കോടുള്ളവർക്കൊക്കെ ലുലു മാളിൽ പോയാൽ മതി. ഇനി മസാല തിരുമ്പിയത് വേണമെങ്കിൽ അതുണ്ട്, ബ്രോസ്റ്റിന് തിരുമ്പിയതും. ഇനി ഗ്രില്ല് ചെയ്യാനോ അൽഫാം ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അതിന് വേണ്ടിയുള്ളതും എല്ലാ ടൈപ്പ് മാരിനേഷൻസും അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഇനി സോസേജസ്, പാറ്റീസ് അങ്ങനെയൊക്കെ വേണമെങ്കിൽ അതുണ്ട്. പിന്നെ മലബാർ സ്പൈസി മസാല, പിന്നെ നല്ല ടിക്കയ്ക്കും കബാബിനും അങ്ങനെ പല പല വെറൈറ്റി ആയിട്ട് എല്ലാതും നല്ല അടിപൊളിയായി പുരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ കണ്ടോ, നമ്മുടെ മീറ്റ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്, ബീഫിൻ്റെ. ഇനി ബീഫ് ചില്ലി ഉണ്ടാക്കാനാണെങ്കിൽ കഷ്ടപ്പെട്ട് വലുതായി ബീഫ് വാങ്ങി ചെറുതാക്കി നുറുക്കി കട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കറക്റ്റ് ബീഫ് ചില്ലിക്ക് പറ്റിയ ലെങ്ത്തിൽ ഒരേപോലെ ഇങ്ങനെ അരിഞ്ഞ് വെച്ചതുണ്ട്. ഇനി എല്ലുള്ള പീസ് വേണമെങ്കിൽ അതുണ്ട്. ബോൺലെസ് ആയിട്ട് നല്ല ഫ്ലഷി ആയിട്ട് ഒരു വേസ്റ്റും ഇല്ലാണ്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്തത്. അങ്ങനെ ഏത് ടൈപ്പും ഉണ്ട്. പിന്നെ ഈ ബർഗേഴ്സൊക്കെ ഉണ്ടാക്കണമെങ്കിൽ വേണമെങ്കിൽ പാറ്റി ഉണ്ട്, കബാബിന് വേണ്ടി അരച്ചതും മിക്സ് ചെയ്തതും, അങ്ങനെ ഏത് ഐറ്റം നമുക്ക് ഉണ്ടാക്കണമെങ്കിലും. ടിക്കൊക്കെ വേണമെങ്കിൽ കോലിൽ ഇങ്ങനെ സ്റ്റിക്കിൽ വരെ കോർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ലാമ്പ് എന്ന് പറഞ്ഞ സെക്ഷനിൽ പോവുകയാണെങ്കിൽ ആട്ടിറച്ചി, നമ്മൾ ഓസ്ട്രേലിയൻ ലാമ്പ് വരെ ഉണ്ട്. ഓസ്ട്രേലിയയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ഓസ്ട്രേലിയൻ ലാമ്പ്, അത് നല്ല വിലയുണ്ട്, 829 റുപ്പീസൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ സാധാരണ മലബാറി സ്പൈസി മസാല ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെച്ച പല പല ഐറ്റംസ് ആയിട്ടുള്ള മട്ടൺ, പെപ്പറൊക്കെ ഉള്ളതും പിന്നെ മസാല, റെഡ് മസാല ഉള്ളതും, അങ്ങനെ പല ഐറ്റം ഉണ്ട്. ഇനി റിബ് വേണമെങ്കിൽ റിബ് ഉണ്ട്. പിന്നെ ബോൺലെസ് ആയിട്ടുള്ള പീസസും, അരച്ചത് കബാബിന് വേണ്ടിയിട്ട് മിൻസ് ചെയ്തത്, ലെഗ് മാത്രം വേണമെങ്കിൽ ലെഗ് ഇങ്ങനെ ഫുള്ളി റാപ്പ് ചെയ്തത്. ഇതൊക്കെ ഇങ്ങോട്ട് കണ്ടാലേ നമുക്ക് സാധാരണ ഇറച്ചിക്കടയിൽ നിന്നൊന്നും ഇപ്പോൾ വാങ്ങിക്കാൻ തന്നെ തോന്നില്ല. പിന്നെ കണ്ടോ കുറേ ഇടിയിറച്ചികൾ ഇവരെന്നെ പ്രിപ്പയർ ചെയ്ത കുറേ കമ്പനിയുടെയും ഉണ്ട്, ലുലുവിൻ്റെയും വേറെ കമ്പനിയുടെയും ഉണ്ട്, പലതും കാണുന്നുണ്ട്. മലബാർ സ്പൈസസിന് എഴുതിയിട്ടുള്ള കുറേ ഇടിയിറച്ചി കേട്ടോ. ബീഫിൻ്റെ ഇടിയിറച്ചിയുണ്ട്, ചിക്കൻ്റെ ഇടിയിറച്ചിയുണ്ട്. നമ്മളൊന്ന് ടേസ്റ്റ് നോക്കാമെന്ന് വെച്ചിട്ട് ഇടിയിറച്ചിയുടെ ഒരു പാക്കൊക്കെ വാങ്ങി. കുഴപ്പമില്ല കേട്ടോ, ചിക്കൻ ഇടിയിറച്ചിയാണ് ഞങ്ങൾ വാങ്ങിയത്. ചിക്കൻ ഇടിയിറച്ചി നല്ല ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെ ഫുള്ള് പൊടി പൊടിയായി ചിക്കൻ ഇങ്ങനെ നല്ല ഡ്രൈ ആയി വേവിച്ച് പൊടിച്ചിങ്ങനെ ഇടിച്ചേക്കാണ്. ഇടിച്ച് പൊടി പൊടിയാക്കിയിട്ട് ചോറിൻ്റെയൊക്കെ കൂടെ ഹോസ്റ്റലിലേക്കുള്ള കുട്ടികൾക്കൊക്കെ കൊണ്ടുപോകാൻ നല്ലതാണ് ഈ ഇടിയിറച്ചി. അത്യാവശ്യം വിലയൊക്കെ ഉണ്ട് കേട്ടോ. ഇടിയിറച്ചി 195 രൂപയാണ് ഈ ചെറിയൊരു കുപ്പിക്ക്. ഇതിൻ്റെ വില കണ്ടോ, 195ആണ്. വലുതിനൊക്കെ അത്യാവശ്യം നല്ല വിലയുണ്ട്, 400 രൂപയൊക്കെ വിലയുണ്ട്. എന്തായാലും സംഭവം നല്ല ടേസ്റ്റാണ്. ഹോസ്റ്റലിലുള്ളവർക്കും ഒറ്റയ്ക്ക് നിൽക്കുന്നവർക്കും ഒക്കെ കഴിക്കാൻ വേണ്ടി അപ്പം ഉണ്ടാക്കി തന്നാൽ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ബീഫൊക്കെ കഴിക്കണം തോന്നുകയാണെങ്കിൽ ഇടിയിറച്ചി കൊണ്ടേ കഴിക്കാം. ഇത് കണ്ടോ, ഹോട്ടും കോൾഡും ആയിട്ട് ഭക്ഷണം കുറേ നേരം കീപ്പ് ചെയ്യാൻ പറ്റിയ ഒരു കവറാണത്.
ഇങ്ങനെ ഒരു അലൂമിനിയം ഫോയിലിൻ്റെ കവർ നല്ല സീലിംഗൊക്കെ ഉള്ള ഇത്. പിന്നെ ഈ കോൾഡ് പോട്ടായിട്ട് ഐസൊക്കെ വണ്ടിയിലൊക്കെ വെച്ച് കൊണ്ടുപോകാൻ പറ്റിയ ഇനി ഫിഷോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങി തണുപ്പിച്ച് തന്നെ കൊണ്ടുപോകാൻ ചീത്തയാവാണ്ട് കൊണ്ടുപോകാൻ പറ്റിയ ഐസ് ബോക്സുകളാണ്. പിന്നെ ഇടിയിറച്ചി പോലെ തന്നെ പ്രോൺസിൻ്റെ ഫിഷും അങ്ങനെ ഇടിച്ച പൊടി പോലത്തെ മസാലയുണ്ട് കേട്ടോ, ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയത്. അങ്ങനെ നമ്മൾ പിന്നെയും വെജിറ്റബിൾസിൻ്റെ സെക്ഷനിൽ കൂടിയാണ് തിരിച്ചു പോയത്. അപ്പോഴാണ് അവിടെ വലിയ വഴുതനങ്ങ ഇരിക്കുന്നത് കണ്ട് കേട്ടോ. നല്ല സൈസുള്ള ഒരൊറ്റ വഴുതനങ്ങയുടെ സൈസ് കണ്ടില്ലേ, ഒരു കയ്യിനേക്കാൾ കൂടുതൽ സൈസ് ഉണ്ട്. അപ്പോൾ ഏതായാലും ഇത്രയും വലുത് കണ്ടിട്ടില്ലല്ലോ എന്ന് വെച്ചാൽ 1-2 വഴുതനങ്ങയും കൂടെ വാങ്ങിയിട്ടോ. ഇതൊക്കെ സാധാരണ നമ്മളെല്ലാ വെജിറ്റബിൾ ഷോപ്പിലൊക്കെ ഒരു കാണുന്ന റേറ്റൊക്കെ തന്നെയാണ് കണ്ടത്. റേറ്റൊന്നും വലിയൊരു കുറവൊന്നുമില്ല, പക്ഷെ നല്ല സൈസുള്ള വഴുതനങ്ങയായിരുന്നു എന്നുള്ളൂ. പിന്നെ നമ്മുടെ സാധാരണ എല്ലാ പാവയ്ക്കയും പീച്ചങ്ങയും എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. മുരിങ്ങാക്കായ ഉണ്ട്, കുറേ പടവലമുണ്ട്, കൈപ്പയ്ക്ക 2 ഐറ്റം ഉണ്ട്. നമ്മളെ വെള്ള കൈപ്പയ്ക്കയും നമ്മളെ ഡാർക്ക് പച്ച കൈപ്പയ്ക്കയും ഒക്കെ ആയിട്ട് അങ്ങനെ എല്ലാ കളറും എല്ലാ ഐറ്റംസും. ഈ കട്ട് ചെയ്തതൊക്കെ വേണമെങ്കിൽ സമയമില്ലാത്തവർക്കൊക്കെ നല്ല കറക്റ്റായിട്ട് കട്ട് ചെയ്ത് സീൽ ചെയ്ത പാക്കറ്റ്സ് ഉണ്ട് കേട്ടോ. ഫ്രൂട്ട്സും അതേപോലെ ഗ്രേപ്സൊക്കെ നല്ല ക്ലീൻ ചെയ്ത് പാക്ക് ചെയ്തതുണ്ട്. ഇത് പിന്നെ നമ്മൾ അങ്ങനെ എപ്പോഴും കാണാത്തൊരു ഫ്രൂട്ടാണല്ലോ, സാധാരണ എപ്പോഴും എല്ലായിടത്തൊന്നും കിട്ടില്ല. അങ്ങനെ കുറേ വെറൈറ്റി ആയിട്ടുള്ള എല്ലായിടത്തും കിട്ടാത്ത ഫ്രൂട്ട്സും ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ മുന്തിരിയൊക്കെ സാധാരണ മുന്തിരി ഇങ്ങനെ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടഡ് ഒന്നുമല്ല, ഇന്ത്യയുടെ ഇമ്പോർട്ടഡ് മുന്തിരികളൊക്കെ വേറെ സൈഡിൽ കുറേ ഉണ്ട് കേട്ടോ. അങ്ങനെ എത്ര നോക്കിയാലും തീരാത്ത, അറ്റം കാണാത്ത അത്രയും ആണ് ഇവിടുത്തെ സാധനങ്ങൾ. പിന്നെ നമ്മൾ എന്തെങ്കിലും ഡെസേർട്ട്സ് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് നോക്കി കേട്ടോ. ഡെസേർട്ട്സൊക്കെ ഒരുപാട് ടൈപ്പ് ഉണ്ട്. ഹണി കേക്ക്സും കുറേ റഷ്യൻ ഹണി കേക്കൊക്കെ ഓഫറുണ്ട്. 150 റുപ്പീസിൻ്റെത് 100 രൂപയ്ക്ക് കിട്ടും കേട്ടോ ഈ ഹണി കേക്ക്. അപ്പോൾ ഞങ്ങൾ ഒരു ഹണി കേക്കൊക്കെ വാങ്ങി ഇന്ന് ലഞ്ചിൻ്റെ കൂടെ. ഇന്ന് ലഞ്ച് ഏതായാലും ഇവിടെ നിന്ന് തന്നെ കഴിക്കാമെന്നാണ് വിചാരിച്ചത്. ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഫുഡ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മുകളിലിരുന്ന് കഴിക്കാനൊക്കെ ഉള്ള ഈറ്ററി എന്ന് പറഞ്ഞാൽ കിച്ചൺ എന്ന് പറഞ്ഞ ഒരു സെക്ഷനുണ്ട്. അപ്പോൾ ഇന്ന് ബിരിയാണി വാങ്ങിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ബിരിയാണിയുടെ ശേഷം കഴിക്കാൻ വേണ്ടി ഒരു ഡെസേർട്ട് നോക്കുമായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, ഇത് ക്രീം കരാമലുണ്ട്, ഇങ്ങനെ കരാമൽ പുഡിങ്ങാണ്. ഇതൊക്കെ 50% ഓഫാണ്. കുറേ ഡെസേർട്ട് ഐറ്റംസ് 50% ഓഫ് ഉണ്ട് കേട്ടോ. കരാമൽ പുഡിങ്, അതുപോലെ ഈ ഹണി കേക്ക്, അങ്ങനെ കുറേ ഐറ്റംസ് 50% ഓഫർ ഉള്ളതുണ്ട്. ഇതൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് കഴിച്ചാൽ തീരില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വാങ്ങിയില്ല, വലിയ പുഡിങ് ആയതുകൊണ്ട്. അങ്ങനെ കുറേ ഐറ്റംസ്, കുറേ ടൈപ്പ് പുഡിങ്സ് ഇപ്പോൾ 50% ഓഫറുണ്ട്. ഈ മിൽക്ക് കേക്കൊക്കെ 50% ഓഫറാണ്. അപ്പോൾ ഓഫറുള്ള സമയത്ത് വേണ്ടവർക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ പോയി വാങ്ങാം കേട്ടോ. ഈ മിൽക്ക് കേക്കൊക്കെ ഭയങ്കര കാണുമ്പോൾ ഭയങ്കര അട്രാക്റ്റീവാണ്, നല്ല ലുക്കും ഉണ്ട്, നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ ഡെലിക്കേറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, നല്ല ക്രീമിയൊക്കെ ആയിട്ട്. കുറേ ലെയേഴ്സ്, കുറേ ടൈപ്പ് പുഡിങ്സ് ഉണ്ട് കേട്ടോ. ഒരുപാട് ടൈപ്പ് പുഡിങ്സ് ഉണ്ട്. 150 ഒക്കെ റഷ്യൻ ഹണി കേക്ക് 109 കിട്ടും. കണ്ടില്ല, ഇങ്ങനെ 99 ഉള്ളൊരു ഹണി കേക്ക് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഹണി കേക്കുകളുണ്ട്. ഹണി കേക്ക് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ്ങും ഫേമസും ഒക്കെ ആണല്ലോ. ഇങ്ങനെ കുറേ ലെയർ ചെയ്ത ഒരു ഹണി കേക്ക് ഞങ്ങൾ വാങ്ങിച്ചു കേട്ടോ ഉച്ചയ്ക്ക് ഫുഡിൻ്റെ കൂടെ കഴിക്കാമെന്ന് വെച്ചിട്ട്. പിന്നെ പിസയൊക്കെ കണ്ടില്ലേ, ഫുള്ള് ഇങ്ങനെ റെഡിയാക്കി മൊസറല്ല ചീസ് വരെ സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ സീൽ ചെയ്ത് വെച്ചേക്കാണ്. ജസ്റ്റ് നമ്മൾ ഓവനിലൊന്ന് വെച്ച് അങ്ങോട്ട് ചൂടാക്കുക മാത്രമേ വേണ്ടുള്ളൂ. ഫുള്ളി പ്രിപ്പയർഡാണ്. കണ്ടില്ലേ, ചിക്കണും ഇതൊക്കെ റേറ്റ് നോക്കുകയാണെങ്കിൽ ഒരു വലിയ പിസയ്ക്ക് തന്നെ നമ്മൾ ഒരു പിസ്സ ഷോപ്പിൽ നിന്ന് സാധാരണ 500-നും 600-നൊക്കെ വാങ്ങുന്ന പിസയാണ് 200-നും 250-ക്കൊക്കെ ഉള്ളത്. ഈ മീഡിയം പിസയൊക്കെ 100 റുപ്പീസും 110-നും 120 റുപ്പീസൊക്കെ മാത്രമേ വിലയുള്ളൂ കേട്ടോ. പിന്നെ കുറേ സ്നാക്ക് ഐറ്റംസ് ഉണ്ട്. സ്നാക്ക് ഐറ്റംസൊക്കെ ഒന്ന് നോക്കി. സ്നാക്ക് ഐറ്റംസും ബേക്കറിയൊന്നും കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ തീരെ കാണാൻ പറ്റിയിരുന്നില്ല. അന്നൊക്കെ നല്ല റഷായിരുന്നു. അപ്പോൾ ഇന്നെല്ലാം അതൊന്ന് ഡീറ്റെയിൽഡായിട്ട് കണ്ടു കേട്ടോ. ചട്ടിപ്പത്തിരിയും ഇറച്ചിപ്പത്തിരിയും അങ്ങനെ കുറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കുറേ സാധാരണ ബോണ്ടയും പരിപ്പുവടയും ഉള്ളിവടയും പഞ്ചാബി സമൂസയും ചിക്കൻ റോളും സമൂസയും ഓർഡിനറി സമൂസ കട്ട്ലറ്റ് അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ഒരുപാട് ഐറ്റംസാണ്, കണ്ടാൽ പറഞ്ഞാൽ വാങ്ങിയാലും തീരാത്തത്ര ഐറ്റംസ് ഉണ്ട്. ഒരുവിധം നമ്മൾ ഈ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കാണാൻ എല്ലാം ഉണ്ട്. നമ്മൾ ഉഴുന്നുവട, ബോണ്ട, പരിപ്പുവട, കണ്ടില്ലേ, പൊക്കവട, ചിക്കനും ഒനിയൻ്റെയും ഒക്കെ പൊക്കവടയും പഴംപൊരിയും പഴം നിറച്ചതും ഒക്കെ ആയിട്ട് ഏതായാലും കംപ്ലീറ്റ് ഈ മലബാർ ഏരിയയിലുള്ള എല്ലാ പലഹാരങ്ങളും, ഉള്ളിവട കണ്ടില്ലേ, കംപ്ലീറ്റ് അവർ ലുലുവിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടി വൈകുന്നേരം ആകുമ്പോഴത്തേനും ചിലവായി തീരുമെന്ന് എനിക്കറിഞ്ഞൂടാ. എത്രമാത്രം വേസ്റ്റേജ് വരുന്നുണ്ടോ അതും അറിയില്ല. അപ്പോൾ ഏതായാലും ബ്രെഡ് നിറച്ചത്, ബ്രെഡ് പൊക്കോട. അപ്പോൾ ഏതായാലും ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട് നമ്മൾ 2-3 സ്നാക്ക് ഐറ്റംസൊക്കെ ഒന്ന് ഓർഡർ ചെയ്തു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ മുകളിൽ പോയിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അവരുടെ മുകളിൽ കഴിക്കാനുള്ള ഒരു ഈറ്ററി എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ പോയി കഴിക്കാം. മുകളിൽ ഫുഡ് കോർട്ടത്തേനേക്കാളും കൂടുതൽ നല്ലതും കൂടുതൽ എക്കണോമിക്കലുമാണ് ഇവിടുത്തത്. അപ്പോൾ അവിടുത്തെ ലഗോൺ ചിക്കൻ ബിരിയാണി നമ്മൾ പാർസൽ ചെയ്തു കേട്ടോ. 1 കിലോ ലഗോൺ ചിക്കൻ ബിരിയാണി ഇങ്ങനെ വലിയൊരു പാത്രത്തിൽ 2 പേർക്ക് നല്ല ലാവിഷായി കഴിക്കാനുണ്ടാവും. അതിന് 300 രൂപയാണ് കേട്ടോ വില. ചിക്കൻ പയ്യോളിയും കൂടി നമ്മൾ വാങ്ങി. ഒരു സൈഡ് ഡിഷായിട്ട് പയ്യോളി ചിക്കൻ 175 റുപ്പീസാണ്. ഒരു 100 ഗ്രാമിനുള്ള ഒരു 5-6 പീസ് ഉണ്ട് കേട്ടോ.
രണ്ടുപേർക്ക് ലാവിഷായിട്ട് കഴിക്കാനുണ്ടാവും. ഈ പയ്യോളി ചിക്കൻ എന്ന് പറഞ്ഞാൽ കോക്കനട്ടൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ട് നല്ല ടേസ്റ്റിയാണ്. ഇങ്ങനെ സെൽഫ് ചെക്കിങ് കൗണ്ടർ ഉണ്ട്. നമ്മൾ ലഗേജൊക്കെ അവിടെ വെച്ച് ഈറ്ററി സെക്ഷനിൽ കഴിക്കാൻ വേണ്ടി ഫുഡ് മാത്രം അവിടെ സെൽഫ് ചെക്കിങ് ചെയ്തിട്ട് മുകളിൽ പോയി കഴിച്ചു. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ വേറെ കാണിക്കാം കേട്ടോ. എല്ലാം കൂടിയാകുമ്പോൾ ഭയങ്കര ലെങ്തി ആയി പോകും. അങ്ങനെ മുകളിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ താഴെ വന്ന് സാലഡ്സിൻ്റെയും സ്വീറ്റ്സിൻ്റെയും സെക്ഷൻ കണ്ടു കേട്ടോ. സാലഡ്സൊക്കെ ഒരുപാട് ഫ്രൂട്ട്സ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കാണ്. 225 റുപ്പീസാണ് ഓൺ സാലഡ് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ബോക്സ് ഫുള്ളാക്കിയിട്ടുണ്ടെങ്കിൽ റേറ്റ് കേട്ടോ. കുറേ ഫ്രൂട്ട്സ് ഇങ്ങനെ അതിലിങ്ങനെ സോൾട്ടും പെപ്പറും എന്തൊക്കെ ആഡ് ചെയ്ത് ഇങ്ങനെ വെച്ചേക്കാണ്. പിന്നെ ഫ്രഷ് ജ്യൂസുകൾ ഇങ്ങനെ കുപ്പിയിലിങ്ങനെ കറക്റ്റായിട്ട് സീൽഡായിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. റേറ്റ് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. 100 രൂപ 120 രൂപയ്ക്കാണ് കേട്ടോ. പ്യുവർ ജ്യൂസാണ്, വെള്ളം ചേർക്കാത്ത പ്യുവർ ജ്യൂസ് എന്നൊക്കെയാണ് എഴുതിയേക്കുന്നത്. ഇതൊക്കെ കണ്ടോ 120 രൂപയൊക്കെ വിലയുണ്ട്. അധിക ജ്യൂസുകൾക്കും അങ്ങനെ തന്നെ. കുറേ ഇത് ഡേറ്റ്സിൻ്റെയൊക്കെയാണ്. ഡേറ്റ്സിൻ്റെ മിൽക്ക് ഷേക്ക് ഉണ്ട്, സ്ട്രോബെറിയുടെ ഉണ്ട്. 120 രൂപയൊക്കെയാണ് വില. അങ്ങനെ പല പല റേറ്റിലുണ്ട്. ഒക്കെ ഓൾമോസ്റ്റ് ഒരു 100 റേറ്റൊക്കെ ഉണ്ട് കേട്ടോ ജ്യൂസുകൾക്കൊക്കെ. കണ്ടോ കുറേ വെറൈറ്റി ജ്യൂസുകളുണ്ട്. ഇത് കണ്ടോ നല്ല ഒരു ഹൽവ, കോഴിക്കോട് ആയതുകൊണ്ട് പൈനാപ്പിൾ ഹൽവയാണിത്. കോഴിക്കോട്ട് വന്നപ്പോൾ അവർ കോഴിക്കോട്ടുകാരുടെ ഹൽവ, എല്ലാ ഫ്ലേവേഴ്സും ഹൽവ, ഒരുപാട് ഐറ്റം ഹൽവകളുണ്ട് കേട്ടോ. കുറേ ഐറ്റം ഹൽവകളും സ്നാക്സും ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണെന്ന് തോന്നുന്നു. ലുലുവിൻ്റെ തന്നെ കുറേ പാക്കറ്റ്സ് ഉണ്ട്. പിന്നെ കുറേ വേറെയുണ്ട്. പിന്നെ എല്ലാം ചിപ്സും മുറുക്കുകളും കണ്ടോ, ചിപ്സുകൾ കുറേ നല്ല മുറുക്കുകളൊക്കെ ലുലു എന്നാണ് സീൽ വെച്ചേക്കുന്നത്. ലുലുവിൻ്റെ തന്നെ പ്രൊഡക്ഷനാണ് തോന്നുന്നു. 58 രൂപ 59 രൂപ ഒക്കെയാണ്. ഏകദേശം ഒരു 60ൻ്റെ ചുറ്റുവട്ടത്താണ് കേട്ടോ റേറ്റ്. ബീട്രൂട്ട് കൊണ്ട് ഉണ്ടാക്കിയ പൊക്കവട കണ്ടോ, ഇതൊക്കെ ഒരു വെറൈറ്റി ആയിട്ടാണ്. സാധാരണ ബേക്കറികളിൽ നമുക്ക് കിട്ടില്ലല്ലോ. പിന്നെ നോർമൽ പൊക്കവടയുണ്ട് കണ്ടോ. ചിപ്സുകൾ, പെപ്പർ ഇട്ട ചിപ്സ്, അതും കണ്ടിട്ടില്ല. സാധാരണ ഒരു ഡാർക്ക് കളറിൽ ഇങ്ങനെ ഗ്രെയിൻസ് ഒക്കെ ആയിട്ട് പെപ്പർ ഇട്ടിട്ടുള്ള ചിപ്സ്. സാധാരണ നമ്മൾ ചില്ലി ഇട്ടിട്ടുള്ള, മുളക് പൊടി ഇട്ടിട്ടുള്ളതേ പിന്നെയും കണ്ടിട്ടുള്ളൂ. അങ്ങനെ കുറേ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് സ്നാക്സ് ഉണ്ട് കേട്ടോ. പണ്ടൊക്കെ കിട്ടിക്കുന്ന കുറേ ഈ ഷുഗർ കോട്ടഡായിട്ടുള്ള ബോൾസ് 88 രൂപയ്ക്കൊക്കെ. ഇതൊക്കെ എപ്പോഴൊന്നും കാണാറില്ല. കുറേ വെറൈറ്റി മിക്സ്ചറുകളും ഉണ്ട്. ഒരു 6-7 വെറൈറ്റി മിക്സ്ചറുകൾ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഹൽവകൾ കാണുമ്പോഴാണ് ഒരുപാട് കളർഫുള്ളായിട്ടുള്ള ഹൽവകൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. കാണുമ്പോൾ നമുക്കങ്ങ് വാങ്ങാൻ തോന്നും. പിന്നെ ജാമുകൾ ഇതുപോലെ തന്നെ, ഇത് പൈനാപ്പിൾ ജാം, മിക്സഡ് ഫ്രൂട്ട് ജാം, അതൊക്കെ ഇങ്ങനെ സീൽ ചെയ്തിട്ടുള്ള ട്യൂട്ടി ഫ്രൂട്ടികൾ, അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ. ഗുബൂസ് പിന്നെ കണ്ടോ, ഇവർ തന്നെ ഉണ്ടാക്കുന്ന ഗുബൂസ് ഉണ്ട്. വേറെ കുറേ കമ്പനി ഗുബൂസുകളൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് കടലമുട്ടായി കണ്ടോ, കടലമുട്ടായികളും എള്ളിൻ്റെ മുട്ടായിയും, അങ്ങനെ കുറേ പഴയ ട്രഡീഷണൽ സാധനങ്ങളൊക്കെ, അതൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ അതും ഇവിടെ ഉണ്ട് കേട്ടോ ലുലു മാളിൽ. ജിലേബികൾ പിന്നെ കണ്ടോ, നല്ല ജിലേബി, നല്ല അടിപൊളിയായിട്ട് നല്ല തിക്കായിട്ടുള്ള ജിലേബിയാണ്. പിന്നെ കുറേ നോർത്ത് ഇന്ത്യൻ സ്നാക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് എല്ലാ ബേക്കറിയിലൊന്നും എപ്പോഴൊന്നും കിട്ടാത്ത കുറേ രസ്മലായി, അങ്ങനത്തെയൊക്കെ കുറേ നോർത്ത് ഇന്ത്യൻ രസഗുള, അങ്ങനത്തെയൊക്കെ കുറേ രാജ്ഭോഗ്, അങ്ങനെ കുറേ കേക്ക്, അതും കാലാ ജാമുനും, സാധാ ഗുലാബ് ജാമുനല്ലാത്ത കാലാ ജാമുനും. പിന്നെ ഒരുപാട് ടൈപ്പ് പേടകൾ ഉണ്ടാ, പേട, ബർഫി, അങ്ങനെ ഒരുപാട് സ്വീറ്റ്സിൻ്റെയൊക്കെ ഒരു ലോകം തന്നെയെന്ന് പറയാം നമുക്ക്. അങ്ങനെ എന്ത് വേണമെങ്കിലും വാങ്ങാം. ഒന്നും കിട്ടാത്തതായിട്ടുണ്ടാവില്ല. എന്തായാലും നിങ്ങൾ എന്താണോ വാങ്ങാൻ വിചാരിച്ചത് അതിനേക്കാൾ കുറച്ച് കൂടുതൽ വാങ്ങിയിട്ടേ പോരുള്ളൂ. ലഡു നോക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് ബൂന്തി ലഡു, ഗീ ലഡു. ഒരു ലഡു വാങ്ങാൻ പോയാൽ തന്നെ നമുക്ക് കൺഫ്യൂഷനാവും. ഒരു 8-10 വിധത്തിലുള്ള ലഡു ഇങ്ങനെ ഉണ്ടാവും. അതിലേത് വാങ്ങണം എന്ന് മൊത്തം കൺഫ്യൂസ്ഡായി പോവുകയുള്ളൂ. അങ്ങനെ അത്രയ്ക്ക് ഐറ്റംസാണ്, ഇഷ്ടംപോലെ ഐറ്റംസാണ് എന്തും വാങ്ങാൻ. അപ്പോൾ നമുക്ക് ഒരു സാധനം കിട്ടാണ്ട് വരുമൊന്നുമില്ല. അങ്ങനെ ഒരുപാട് വെറൈറ്റി സ്വീറ്റ്സ് ഉണ്ട് കേട്ടോ. കാണുമ്പോൾ എല്ലാം നമുക്ക് വാങ്ങിക്കാൻ തോന്നും. ചീസ് കട്ട്ലറ്റ് എന്നൊക്കെ പേരിട്ട് ഉള്ളിലൊരു ഫില്ലിംഗ് ഒക്കെ ആയിട്ട്, അങ്ങനെ കട്ട്ലറ്റിൻ്റെയൊക്കെ ലുക്ക് ഉള്ളത്. ഇത് ഞാൻ നേരത്തെ ഒരു മിൽക്ക് ഹൽവ, പൈനാപ്പിൾ ഹൽവ കാണിച്ചില്ലേ, അതിൻ്റെ മിൽക്ക് ഹൽവ കേട്ടോ. അങ്ങനെ ഒരുപാട് ഫ്ലേവേഴ്സ്, ഇത് ഫുൾ ഹൽവകളാട്ടോ. ഇത് മുഴുവൻ ഹൽവ സെക്ഷനാണ്. കുറേ കട്ട് ചെയ്ത് വെച്ച ഗ്രീനും റെഡും പല പല ഫ്ലേവേഴ്സുള്ള ബ്ലാക്ക് ഹൽവ, പൈനാപ്പിൾ ഹൽവ, കുറേ റെഡ് വെൽവെറ്റും, പല പല ഫ്ലേവേഴ്സാണ്. ഹൽവകളൊക്കെ ഏകദേശം നമ്മൾ മിഠായി തെരുവിൽ പോയാൽ കാണുന്ന അത്ര തന്നെ ഹൽവകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഒരു ഏരിയ ഫുള്ള് ഹൽവയാണ്. പലതും കട്ട് ചെയ്ത് വെച്ചതും വെയിറ്റ് നോക്കി ബോക്സാക്കി വെച്ചതും അല്ലാതെ ഇങ്ങനെ കണ്ടോ, എല്ലാം മിക്സഡായിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് ബോക്സിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 120 രൂപയാണ് ഇങ്ങനത്തെ ഒരു ബോക്സിന് കേട്ടോ. അതിൽ കുറേ ഫ്ലേവേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഹൽവകളുണ്ട് കേട്ടോ. കോഴിക്കോടല്ലേ, ഹൽവ കുറച്ച് കൂടുതലിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പിന്നെ ലൈവായിട്ട് മഞ്ഞ ജിലേബി നമ്മൾ കല്യാണത്തിനൊക്കെ ഉണ്ടാക്കൂലേ, അതേപോലെ അതിനെ പൊരിച്ചൊരു 40 രൂപയ്ക്കേ ഉള്ളൂ. പിന്നെ സീൽ ചെയ്ത് ഇങ്ങനെ പാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ബ്രെഡ്, അവർ തന്നെ ബേക്ക് ചെയ്യുന്ന ബ്രെഡ്. പിന്നെ ചാട്ട്സ് കൗണ്ടറാണ് കേട്ടോ. അത് ചാട്ട്, നമുക്ക് ഇനിയിപ്പോൾ ഒരു ചാട്ട് കഴിക്കണമെന്ന് തോന്നി. ഇത് കണ്ടോ, എല്ലാവിധ പപ്പടി ചാട്ട്, ഭേൽപുരി, പാവ് ബജി, അങ്ങനെ എല്ലാ നോർത്ത് ഇന്ത്യൻ ചാട്ട്സും അവിടെ ഉണ്ട് കേട്ടോ. കണ്ടോ, പാനിപൂരിൻ്റെ ബോളുകളൊക്കെ കണ്ടിലിരിക്കുന്നത്.
അങ്ങനെ എല്ലാ ചാട്സും വേണമെങ്കിൽ ഉണ്ട്. പിന്നെ ഒരു സൈഡിൽ പോയി നോക്കിയാൽ അറബിക് സ്വീറ്റ്സ് ആണ്, ബക്ലാവകളുടെയൊക്കെ ഒരു ലോകം. ഒരുപാട് ടൈപ്പ് നട്ട്സ് ഉള്ളതും അങ്ങനെ പല പല ടൈപ്പ് ബക്ലാവകൾ ഒരു വെയിറ്റൊക്കെ നോക്കി ഒരു ട്രെയിൽ ഇങ്ങനെ അപ്പം സീൽ ചെയ്ത് തരും കേട്ടോ. നമുക്ക് സീൽ ചെയ്ത് അവിടെ ഇങ്ങനെ പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ തലശ്ശേരി കോഴിയട, ബീഫിൻ്റെയും ചിക്കൻ്റെയും ഒരുപാട് കോഴിയടകളുണ്ട് കേട്ടോ. അതും കുറേ സീൽഡായിട്ട് വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല രസമുണ്ട്, കാണുമ്പോൾ വാങ്ങിക്കാൻ തോന്നും. അങ്ങനെ കുറേ കോഴിയടകളുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ റസ്ക് ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് റസ്ക്കും ആ പഴയ ബീൻ ബിസ്ക്കറ്റും കുറേ ടൈപ്പ് കുക്കീസ്, ഒരുപാട് ടൈപ്പ് കുക്കീസ് ഉണ്ട് കേട്ടോ. പിന്നെ കുറേ പ്ലം കേക്ക്സ് കേട്ടോ. ലുലുവിൻ്റെ തന്നെ ഇവർ തന്നെ ഉണ്ടാക്കുന്നതാണ്, വേറെ ബ്രാൻഡൊന്നല്ല. ലുലു പ്ലം കേക്ക്സ് 210 രൂപയ്ക്ക് ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1/2 kg 1 kg ഒക്കെ ഉണ്ട് കേട്ടോ. 1/2 kg ഉണ്ട്, പിന്നെ 1 kg ഒക്കെ കാണുന്നുണ്ട്. ടിന്നിലുള്ളത് 270, പാക്കറ്റിലുള്ളത് 210 റേറ്റ് ഇട്ടേക്കണേ. ഇനിയും ബേക്കറി സെക്ഷൻ അങ്ങനെ നീണ്ടു പോവുകയാണ്, തീരാത്ത അത്രയും സ്നാക്സും ബിസ്ക്കറ്റ്സും കുക്കീസും കേക്കുകളും ഉണ്ടോ. പൈനാപ്പിൾ കേക്ക് ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ടുള്ള കുറേ ടൈപ്പ് കേക്ക്സും ഒക്കെ ആയിട്ട് വാങ്ങിയാലും തീരാത്ത അത്രയും ഉണ്ട് കേട്ടോ. മഫിൻസ് കണ്ടോ, ചോക്ലേറ്റ് മഫിൻസ് ഉണ്ട്, പിന്നെ റെഡ് വെൽവെറ്റിൻ്റെ മഫിൻസ് ഉണ്ട്, പിന്നെ നോർമൽ വനില ഉണ്ട്. അങ്ങനെ ഒരുപാട് ഫ്ലേവേഴ്സ് ആയിട്ടുള്ള മഫിൻസ് ഉണ്ട്. ഇങ്ങനെ കപ്പ് കേക്ക്സ് പോലെ ഇങ്ങനെ 6 വെച്ചിട്ടുള്ള സീൽഡ് പാക്കറ്റ്സ് 180 160 അങ്ങനെയൊക്കെയാണ് അതിൻ്റെയൊക്കെ റേറ്റ് കേട്ടോ ഓരോ പാക്കറ്റ്സിന്. പിന്നെ 1 kg കേക്കുകൾ കുറേ ഫ്ലേവേഴ്സിൻ്റെ, അതും ചോക്ലേറ്റും. പിന്നെ ക്യാരറ്റിൻ്റെ ഒരു കേക്ക് നമ്മൾ വാങ്ങിച്ചു, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. 160 റുപ്പീസാണ് അതിൻ്റെ റേറ്റ്. പിന്നെ കുറേ ഉണ്ട്, വാനില ഉണ്ട്, നട്ട്സ് ഉണ്ട്, ആൽമണ്ട്സ് ഇട്ടത്, അങ്ങനെ ഒരുപാട് ടൈപ്പ് കേക്കുകളും ഉണ്ട്. ഇനി ഒരു പേസ്ട്രിയോ അങ്ങനെ എന്തെങ്കിലും നല്ല ഡെസേർട്ടായിട്ട് കഴിക്കണം തോന്നുകയാണെങ്കിൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പേസ്ട്രികളുണ്ട്. പിന്നെ ഈ മഫിൻസിൻ്റെയൊക്കെ മുകളിൽ നല്ല ക്രീമും ഇതൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത നല്ലൊരു ലുക്കുള്ള വേറെ കുറേ ഐറ്റംസ് ഉണ്ട്. കണ്ട് ഒരുപാട് വെറൈറ്റി ആയിട്ട് നമുക്ക് പേരറിയാത്ത ഒരുപാട് സ്നാക്സ് ഉണ്ട്. പിന്നെ ഡോനട്ട്സ് ഉണ്ടല്ലേ, ഒരുപാട് ഡോനട്ട്സ് ഉണ്ട്. ചോക്ലേറ്റും പിന്നെ ഒരു വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും അങ്ങനെ പലതും, എല്ലാം ഷുഗർ കോട്ടഡും ഒക്കെ ആയിട്ടുള്ള. പിന്നെ നമ്മുടെ നോർമലായിട്ടുള്ള ചിക്കൻ പഫ്സും ചിക്കൻ റോളും അങ്ങനെയും വേറെയും കുറേ ഈ പുറത്തൊക്കെ കിട്ടുന്ന കുറേ ഫ്രഞ്ച് ടൈപ്പായിട്ടുള്ള കുറേ സ്നാക്സ് ഉണ്ട്. ഒരുപാട് ടൈപ്പ് ലഡുകളും കുറേ ബർഫികളും ഒക്കെ പറഞ്ഞാൽ തീരാത്ത അത്രയും, നമുക്ക് വാങ്ങിക്കേണ്ടതാണ് കൺഫ്യൂഷൻ ആവുന്ന അത്രയും ഐറ്റംസ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പുറത്തൊക്കെ കിട്ടുന്ന ഫ്രഞ്ച് ബ്രെഡൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന ഫ്രഞ്ച് ബ്രെഡ്, അതിൽ കുറേ ഈ സീരിയൽസും നട്ട്സും ഒക്കെ ഇങ്ങനെ എംബഡഡ് ആയിട്ടൊക്കെ ഉള്ള അങ്ങനത്തെയൊക്കെ കുറേ സാധാരണ നമ്മുടെ ബേക്കറികളിലൊന്നും കാണാത്ത, ഇന്ത്യൻ ബേക്കറികളിലൊന്നും കാണാത്ത കുറേ ഉണ്ട്. പിന്നെ ഗുബൂസ് ഉണ്ടാക്കുന്ന മെഷീനാണ് കേട്ടോ ഇത്. പിന്നെ ഡെയിലി ഫ്രഷ് ആയിട്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഗുബൂസ് അവിടെ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. ഇത് പിന്നെ ഉപ്പിലിട്ടതിൻ്റെ അച്ചാറിൻ്റെയൊക്കെ ഒരു ലോകം. ഒലീവ്സും ഉള്ളിയും മാങ്ങയും നെല്ലിക്കയും എല്ലാം, ഈ ലോകത്തുള്ള എല്ലാ സാധനങ്ങളും അവിടെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടെന്ന് പറയാം. നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ സെലക്ട് ചെയ്ത് പെർ ഗ്രാമായിട്ട് 100 ഗ്രാമോ 50 ഗ്രാമോ ഒക്കെ ആയിട്ട് വാങ്ങാം കേട്ടോ. പിന്നെ പ്രോൺസും ഇറച്ചിയും അങ്ങനെ അച്ചാറുകളാണെങ്കിൽ ഒരു നിരയായി 100 കണക്കിന് അച്ചാറുകളാണ് കേട്ടോ. 145, 78, 75, 55 എന്നൊക്കെ പറഞ്ഞ് ഓരോ 100 ഗ്രാമിൻ്റെ റേറ്റ് ആയിട്ടേക്കണേ. പിന്നെ ഈ സോസേജുകൾ, പാറ്റികൾ അങ്ങനത്തെയൊക്കെ ഇഷ്ടം പോലെ അവരുടെ അങ്ങനത്തെ ഫ്രോസണായിട്ട് നമ്മൾ കീപ്പ് ചെയ്യാൻ പറ്റിയ പ്രോഡക്റ്റ്സും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പിന്നെ കണ്ടൊക്കെ വാഴക്കൊല ഇങ്ങനെ വരിയായി തൂക്കിയേക്കാണ്. റോബസ്റ്റിയും നേന്ത്രപ്പഴയും ചെറുപഴങ്ങളും ഒക്കെ. പിന്നെ നല്ല ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്ത് നമ്മളെ ക്യാരറ്റും പച്ചമുളകും ഉള്ളിയൊക്കെ നല്ല കളർ കോമ്പിനേഷൻ നോക്കിയിട്ട് സ്വീറ്റ് കോൺസൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്തേക്കാണ് കേട്ടോ. ഇന്ത്യൻ ഫ്രൂട്ട്സ് ഒന്നും വലിയ റേറ്റ് ഇല്ല. പപ്പായ ഇതൊക്കെ ഇമ്പോർട്ടഡ് ഫ്രൂട്ട്സാണ്, അത്യാവശ്യം നല്ല റേറ്റ് ഉള്ളത്. കുറേ വത്തക്കയൊക്കെ ഒരു സൈഡിൽ വീണ്ടും കൂട്ടിയിട്ടുണ്ട്. പിന്നെ കുറേ ഇമ്പോർട്ടൻറ്റ് ജ്യൂസുകളുണ്ട്, നമുക്ക് സാധാരണ എല്ലാ ഷോപ്പിലൊന്നും കിട്ടാത്ത ഒരുപാട് വെറൈറ്റി ഇമ്പോർട്ടൻറ്റ് ജ്യൂസുകൾ. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ഇമ്പോർട്ടൻറ്റ് ജ്യൂസിനൊക്കെ. എന്നാലും അതൊക്കെ ഒന്ന് കഴിക്കണമെന്നും ടേസ്റ്റ് ചെയ്യണമെന്നൊക്കെ തോന്നുകയാണെങ്കിൽ ലുലു മാളിൽ പോകുമ്പോൾ ഒന്ന് ട്രൈ ചെയ്യാം. പിന്നെ ഇങ്ങനെ പ്യുവർ ജ്യൂസ് കണ്ടോ, ഇങ്ങനെ ഇതൊക്കെ ഇമ്പോർട്ടഡ് എന്ന് ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ജ്യൂസുകളും സ്നാക്സുകളും. അങ്ങനെ നല്ല ഷോപ്പിംഗ് ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു അടിപൊളി ഷോപ്പിംഗ് എക്സ്പീരിയൻസിന് ഇടയ്ക്കൊന്ന് ലുലു മാളിലൊക്കെ പോയി കിടക്കാം കേട്ടോ. ഇന്ന് ബില്ലിങ്ങിലും വലിയ തിരക്കില്ല. അപ്പോൾ ശരി.